ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ചെറിയൊരു റിവ്യൂ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്തായി എൻ്റെ വീട്ടിലേക്ക് വന്ന ഒരു ഗാഡ്ജറ്റ്സ് ആണ് ഈ റെഡ്മി പാഡ്. ഓക്കെ, ഇതിൻ്റെ പേര് വെറും റെഡ്മി പാഡ് എന്നാണ്, അല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് വേറെ പേരോ വേർഷൻസോ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് റെഡ്മി പാഡ്. അപ്പോൾ ഇതിൽ രണ്ട് വേർഷൻസ് വരുന്നുണ്ട്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ 3GB വിത്ത് സ്റ്റോറേജ്, അതുപോലെ തന്നെ 6GB വിത്ത് സ്റ്റോറേജ്, ഇങ്ങനെ രണ്ട് വേർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുക, നമുക്ക് വലിയ സ്ക്രീനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എല്ലാവരും മൾട്ടി ടാസ്കിങ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇത്തരം വലിയ സ്ക്രീനുള്ള ഇതിപ്പം 10.61 ഇഞ്ച് വലിപ്പമുള്ള ഒരു സ്ക്രീനാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ക്രീൻ തന്നെയാണ്, മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻ തന്നെയാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 3GB വേരിയൻറ്റിൽ മൾട്ടി ടാസ്കിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, വേണ്ടി നിങ്ങൾക്ക് ചിലപ്പം അത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ റെഡ്മി പാഡ് വാങ്ങുകയാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, 6GB റാമുള്ള വേർഷൻ തന്നെ തിരഞ്ഞെടുക്കുക. 3GB റാം എടുത്താൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ പറയേണ്ടത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏകദേശം പ്രൈസ് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഏകദേശം 33,999 രൂപയാണ് MRP കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ സൈറ്റിൽ പോയിക്കാൻ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വേർഷൻസിൻ്റെ പൈസ ഇപ്പോൾ ഏകദേശം ഒരു 11,000 മുതൽ 13,000 ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. 11, 12, 13. അത് നമ്മൾ സ്റ്റോറേജും കളറ് അതുപോലെ തന്നെ റാം അനുസരിച്ചിട്ട് അതിൻ്റെ പൈസ മാറുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ സാധാരണ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സ്കൂൾ കുട്ടികൾ മെയിനായിട്ട് ഉപയോഗിക്കുക അവരെ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പം PDF ഫയലൊക്കെ വായിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് കേട്ടോ, നല്ലൊരു ടാബ് തന്നെയാണ്. പിന്നെ ഗെയിമിങ്ങിന് ഞാനിത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗെയിമിംഗ് ആണെങ്കിൽ ഇതിൽ നമ്മളെ PUBG BGMI ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, സ്മൂത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലോ അതുപോലെ തന്നെ ഹൈ വരെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അൾട്ര നമ്മൾ കിട്ടുന്നത്, അതായത് ഒരു 30 FPS മാത്രം കളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗെയിമേഴ്സിന് നല്ല ടാബൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ നോർമലായിട്ട് കുറച്ച് വീഡിയോസ് കാണാൻ, സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെയിനായിട്ട് സ്കൂൾ കുട്ടികൾക്ക് നല്ല ടാബായിട്ടാണ് ഇത് ഇറങ്ങുന്നത്. നല്ല ടാബാണ്. ഇതിൻ്റെ സിം ഇടാൻ കഴിയുന്ന വേർഷൻസ് ഇതിനില്ല. ഇത് നോർമലി ഈ വൈഫൈ വേർഷൻ മാത്രമേ വരുന്നുള്ളൂ. സിം ഇടുന്ന വേർഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. അപ്പോൾ റെഡ്മി പാഡ് നല്ലൊരു ടാബ് തന്നെയാണ്. ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമേ വീഡിയോ ചെയ്തത്, റെഡ്മി പാഡ് വാങ്ങുകയാണെങ്കിൽ 6GB റാം ഉള്ള വേർഷൻ തന്നെ തിരഞ്ഞെടുക്കുക. മറ്റുള്ള വേർഷൻസിൽ, അതായത് ഇതിൽ കുറഞ്ഞ വേർഷൻസിൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ സംശയം ചോദിക്കാം, ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.